510 കോടിയുടെ അമേരിക്കൻ പോർവിമാനം കടലിൽ വീഴ്ത്തുക. ചെങ്കടലിലെ US യൂറോപ്യൻ കപ്പലുകൾ ആക്രമിക്കുക. വേണ്ടി വന്നാൽ മുക്കിക്കളയുക. ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും പായിക്കുക. യമനിലെ ഹൂതികൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കും സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയല്ല. ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാനും ചെങ്കടലിൽ ആക്രമണം നടത്താനും ശേഷിയുള്ള ഈ ഹൂതികൾ യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗമായി സൈന്യത്തിലെ 14 പേരെ കൊല ചെയ്തു എന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. ഹൊദൈദ നഗരത്തിന് തെക്ക് ഹൈസ് ജില്ലയിലെ ജബൽ ദുബാസിലാണ് ആക്രമണം ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റു. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂതികൾ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂതികളും കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ഒരു വിമാനം നിലത്തിറങ്ങുന്നത് തടഞ്ഞു എന്ന് കാട്ടി സൗദിയുടെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യം വെക്കുന്നുവെന്ന് വെള്ളിയാഴ്ച ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് സൗദി. 2015 മുതലാണ് ഹൂതികളും സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയത്. ഇത് ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുകയും യമനിൽ വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2022 നിലവിൽ വന്ന വെടിനിർത്തലോടെ വലിയ ഏറ്റുമുട്ടലുകൾ ഒട്ടുമിക്കവാറും നിലച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയെ ലക്ഷ്യമിട്ടുള്ള ഏത് ആക്രമണ ശ്രമവും സമാനതകളില്ലാത്ത ശക്തിയോടെ നേരിടുമെന്ന് സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഹൂതികളുടെ ഭീഷണി പ്രാദേശികവും രാജ്യാന്തരവുമായ സുരക്ഷയെ തകർക്കാനുള്ള ശ്രമമാണെന്നും സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. സൗദി അറേബ്യയെ ലക്ഷ്യമിട്ടുള്ള ഏത് ആക്രമണ ശ്രമവും സമാനതകളില്ലാത്ത ശക്തിയോടെ നേരിടുമെന്നും സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂതികളുടെ ഭീഷണി പ്രാദേശികവും രാജ്യാന്തരവുമായ സുരക്ഷയെ തകർക്കാനുള്ള ശ്രമമാണെന്നും സഖ്യസേനാ വക്താവ് പറഞ്ഞു. അതിനിടെ ചെങ്കടലിൽ യമൻ തീരത്ത് വീണ്ടും ചരക്ക് കപ്പൽ നേരെ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് നാവികസേന അറിയിച്ചു. ദ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്ററാണ് ആക്രമണ വിവരം പുറത്തറിയിച്ചത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹൊദൈദ നഗരത്തിന് സമീപമാണ് ഞായറാഴ്ചയും ആക്രമണം ഉണ്ടായത്. നഗരത്തിൽ നിന്ന് 30 നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറു മാറി ആയുധധാരികൾ ആക്രമിച്ചതായി കപ്പലിൽ നിന്ന് സന്ദേശം ലഭിച്ചെന്ന് UKMTO അറിയിച്ചു. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചെങ്കടലിന്റെ തെക്കേ അറ്റത്തുള്ള ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തു കൂടി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മുൻപ് ഡ്രോണുകളും മിസൈലുകളും അയച്ചിരുന്നു. ഗാസ യുദ്ധസമയത്ത് ആക്രമണങ്ങൾ അധികമായത് സൂയിസ് കനാൽ വഴിയുള്ള യാത്ര ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടാൻ കപ്പൽ കമ്പനികളെ നിർബന്ധിതരാക്കിയിരുന്നു. അടുത്തിടെ ഏഡൻ ഉൾക്കടലിൽ സൊമാലി കടൽ കൊള്ളക്കാരുടെ ആക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 തെക്കുകിഴക്കൻ യമനിലെ തുറമുഖ പട്ടണമായ ബെൽഹാഫിന് 76 നോട്ടിക്കൽ മൈൽ തെക്ക് കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിച്ചിരുന്നു. യമനിലെ ആഭ്യന്തര യുദ്ധക്കാലത്താണ് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വരെ ഇറാൻ ഹൂതികൾക്ക് നൽകാൻ തുടങ്ങിയത്. എന്നാൽ ഇത് തുടരുകയാണ് ഇറാൻ ഇപ്പോഴും. എന്നാൽ ഇറാനാകട്ടെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. രാഷ്ട്രീയ പിന്തുണ മാത്രമാണ് ഹൂതികൾക്ക് നൽകുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ പരിശീലനവും സഹായവും ആയുധങ്ങളില്ലാതെ ഇത്രയും കാലം ഹൂതികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന US-ന്റെ യുക്തിയിൽ കഴമ്പുണ്ട്. പക്ഷേ അത് സാധൂകരിക്കാനുള്ള തെളിവുകളൊന്നും പുറത്തുവിടാനുമായിട്ടില്ല. ഇറാന്റെ പിന്തുണയുണ്ടെങ്കിലും ഡ്രോണുകൾ അടക്കം പലതും യമനിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്ന് ഇറ്റാലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റഡീസിന്റെ കണ്ടെത്തലിലും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.